പൂർത്തിയാകാതെ നഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾക്കു മേലെ ഉരുവിടാൻ നമുക്കൊരു മന്ത്രം ലഭിച്ചിരിക്കുന്നു. ഇൻ്റത് റെഡിയായില്ല, അതിനൊരു കുഴപ്പമില്ല. ഇത്രമേൽ നമ്മളിത് ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. നമ്മൾ ഉപയോഗിച്ച ശീലമില്ലാത്തൊരു ഭാഷാ രീതിയാണിത്. ചിലോൽക്ക് റെഡിയാവും, ചിലോൽക്ക് റെഡിയാവില്ല എന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു പരിഹാര രീതിയാണ് അല്ലേ? ഇൻ്റത് റെഡിയായില്ല എന്ന വാചകം നമ്മൾ തുറന്നു പറയാൻ മടിച്ച ഒരു അംഗീകാര രീതിയാണ്. അതിനൊരു കുഴപ്പമില്ല എന്നത് ഇന്ന് വരെ നമ്മൾ പലർക്കും മനസ്സിലായിട്ടില്ലാത്തൊരു ആശ്വസിക്കലാണ്. ചിന്തിച്ചു നോക്കൂ, ശരിയാവാതെ പോയ എത്രയോ വീഡിയോകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ എനിക്കും ഇന്നൊരബദ്ധം പറ്റി. tastic ബൈ ഷംസീറ എന്നൊരു ചാനൽ എൻ്റെ ഫേവറേറ്റ് ചാനലാണ്. അതിൽ അവർ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊരു ഡിഷ് ഉണ്ടായിരുന്നു, ഒരു സ്വീറ്റ്. അതിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൽ പറഞ്ഞ പ്രകാരം റെസിപ്പി ഞാൻ എഴുതി വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ്, ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് നഷ്ടപ്പെട്ടു. നമ്മുടെ ഫായ്സ് പറഞ്ഞ പോലെ തന്നെ ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയായില്ല. ഇൻ്റത് റെഡിയായില്ല, ആ പറഞ്ഞ പോലെ ആയി. ഇതിൻ്റെ ഷേപ്പ് അല്പം നഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം ഞാനൊന്ന് പതറിപ്പോയി. ഇനി വേറെ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് എനിക്ക് തോന്നിയത് അതല്ല, ഞാൻ ഏതായാലും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയ റെസിപ്പി അല്ലേ, അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുക തന്നെ. ഇതൊരു ടർക്കിഷ് സ്വീറ്റാണ്, ഒരു കുക്കീസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കാം. ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. അരക്കപ്പ്, മുഴുവൻ വേണ്ട, അരക്കപ്പിനടുത്ത് പഞ്ചസാര മതി. പൗഡേർഡ് ഷുഗർ ഒന്നുമല്ല, മുഴുവൻ പഞ്ചസാര തന്നെയാണ്. ഇനി കുറച്ച് വാനില പൗഡർ, നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ആണുള്ളതെങ്കിൽ അത് മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ബീറ്ററൊന്നും യൂസ് ചെയ്തില്ല. ജസ്റ്റ് ഒരു വിസ്ക് വെച്ച് നന്നായി ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയ്ക്ക് പതഞ്ഞാൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഞാൻ ചേർക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് റവ ചേർക്കുന്നുണ്ട്. സെമോലിന, വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർക്കാം. ഒരു 1/4 കപ്പ് റവ ചേർക്കുക. ഞാനിവിടെ റവ ചേർക്കുന്ന വീഡിയോ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ചേർത്ത് പോയി. പിന്നെ നോക്കുമ്പോഴാണ് ഇത് ഓഫാണ് ക്യാമറ. അപ്പോൾ ഞാൻ പിന്നെ ഓൺ ചെയ്തു. 1/4 കപ്പ് റവയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇതുപോലെ നന്നായി ഇളക്കി വെച്ചു. ഇനി ഇതിലേക്ക് മൈദ ആവശ്യമുണ്ട്. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ 1 കപ്പ് മുഴുവനായി ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇതൊരു മാവ് പോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അത്രയും കട്ടി വേണ്ട, ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെയാണ് എനിക്ക് പറ്റിയ അബദ്ധം. ശരിക്കും ഈ 1 കപ്പ് മൈദ മുഴുവൻ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ബിസ്ക്കറ്റ് അല്ലേ, മാവ് അധികം കട്ടിയാവണ്ട. അപ്പോൾ ഞാൻ അധികം കട്ടിയാവാതെ മുഴുവൻ മൈദ എടുത്തില്ല. ഇതുപോലെ കുഴച്ചെടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തത്. കണ്ടോ, ഈ ഒരു സ്റ്റിക്കി പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ 1 കപ്പ് മൈദ മുഴുവനായി എടുക്കുക. ഇനി ഇത് ഈ ഷേപ്പിൽ ഇതുപോലെ ചെയ്ത് ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തുക. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് ടിന്നില്ലേ, അതിൽ ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഒരു അടയാളം കൊടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. അതിനുശേഷം ഒരു മുട്ടയുടെ മഞ്ഞ നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടി മാത്രം, അത് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്താ എനിക്കിവിടെ പറ്റിയതെന്ന് വെച്ചാൽ, ഇതിന് ടേസ്റ്റിനൊന്നും യാതൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ ഷേപ്പിലാണല്ലോ കിട്ടുക. നമ്മളെ ഫായ്സ് പറഞ്ഞ പോലെ ഇൻ്റത് ഷേപ്പ് റെഡിയായില്ല. എനിക്ക് ഈ ഒരു മോഡലാണ് കിട്ടിയത്. അതിന് മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തു. മാവ് കുറച്ച് ലൂസായി പോയതുകൊണ്ട് തന്നെ കുറച്ച് ഇതങ്ങ് പരന്നു പോയി. എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കണമെന്ന് നമ്മൾ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് അല്ലേ?
അപൂർണമായതൊക്കെ പരാജയങ്ങളാണെന്ന് വിശ്വസിക്കാതെ എല്ലാവരും മുന്നോട്ട് പോവുക. താങ്ക് യു.